Hi friends, welcome back to Agora, an open space to study. KTUവിൻ്റെ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് 1 എന്ന സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 1ൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മുൻ വർഷങ്ങളിൽ ഈ ഒരു മൊഡ്യൂൾ 1ൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയാണ്. സോ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബാലൻസ്ഡ് സെക്ഷൻ, അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ, ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 5 മാർക്കിൻ്റെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അൾട്ടിമേറ്റ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനുള്ള പ്രോബ്ലംസും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും തന്നെ ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് ദ സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നതാണ്. ആ ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ. സോ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മെയിനായിട്ട് MOSൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ അത് നമുക്ക് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ബാക്കി എല്ലാ ടോപ്പിക്സ് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതെല്ലാവരും റെഫർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് 2 ടോപ്പിക്സ് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് ചോദിച്ചിരിക്കുന്നത് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഓഫ് മൈൽഡ് സ്റ്റീലാണ്. സോ ആദ്യം തന്നെ നമുക്ക് അതിനൊരു ഗ്രാഫ് ഉണ്ട്. മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ Y ആക്സിസിൽ സ്ട്രെസ്സും X ആക്സിസിൽ സ്ട്രെയിനും ആണ് വരുന്നത്. സോ അതിൻ്റെ ആ ഒരു കർവിൻ്റെ ഡയഗ്രാം പോകുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതിൽ പല പല പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ പറഞ്ഞിട്ടുള്ളത് പോയിന്റ് എ എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. അതായത് നമ്മൾ ഒരു മൈൽഡ് സ്റ്റീലിനെ ലോഡ് ചെയ്യുമ്പോൾ അവിടെ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്, സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട്. സോ ഫ്രം പോയിന്റ് ഒയിൽ നിന്ന് എ വരെ സ്ട്രെസ്സിൻ്റെ വാല്യൂ കൂടുമ്പോൾ സ്ട്രെയിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടു ദ പോയിന്റ് എ, ആ ഒരു പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. അവിടെ വരെ സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിനും കൂടും. അതായത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അതായത് ഈ ഒരു റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെ ഹുക്സ് ലോ ഒബേ ചെയ്യുന്നു. എന്താണ് ഹുക്സ് ലോ എന്ന് പറയുന്നത്? സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹുക്സ് ലോ എന്ന് പറയുന്നത്. സോ എ ഈസ് കോൾഡ് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ദെൻ എ ടു ബിയിൽ നമ്മൾ സ്ട്രെസ് കൂടുമ്പോൾ അവിടെയും സ്ട്രെയിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണ്. അതായത് നമ്മൾ പിന്നെ സ്ട്രെസ് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു മൈൽഡ് സ്റ്റീൽ അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. സോ പോയിന്റ് ബിനെ നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്നാണ് പറയുന്നത്. ഇനി പോയിന്റ് ബി തൊട്ട് പിന്നെ ഉള്ളത് പ്ലാസ്റ്റിക് റീജിയൻ ആണ്. അതായത് അവിടെ സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിൻ്റെ വാല്യൂ കൂടുകയാണ്, പക്ഷെ അത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് അത് തിരിച്ച് വരുന്നില്ല. സോ അത് കഴിഞ്ഞിട്ടുള്ള റീജിയനെ നമ്മൾ പ്ലാസ്റ്റിക് റീജിയൻ എന്നാണ് പറയുന്നത്. സോ പോയിന്റ് സി ഈസ് കോൾഡ് അപ്പർ ഈൽഡ് പോയിന്റ്. അതായത് ബി കഴിഞ്ഞാൽ നമ്മളുടെ മൈൽഡ് സ്റ്റീൽ ഡീഫോം ചെയ്യാൻ തുടങ്ങും, അതായത് ഈൽഡിങ് സംഭവിച്ചു തുടങ്ങും. സോ പോയിന്റ് സിനെ നമ്മൾ പറയുന്നതാണ് അപ്പർ ഈൽഡ് പോയിന്റ്. ദെൻ ഡി ഈസ് നോൺ ആസ് ലോവർ ഈൽഡ് പോയിന്റ്. ഇനി ഡി ടു ഇന്ന് നമ്മൾ പറയുന്ന പേരാണ് സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ ആണ്. അതായത് അവിടെ വെച്ച് സ്ട്രെയിൻ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രെയിൻ്റെ വാല്യൂ കൂടുമ്പോൾ അവിടെ ഒരു മാക്സിമം അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് വരെ എത്തും. ദാറ്റ് ഈസ് പോയിന്റ് ഇ ഈസ് നോൺ ആസ് അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ്. സോ ഈ ഒരു സ്ട്രെസ് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ നമ്മളുടെ മൈൽഡ് സ്റ്റീൽ ബ്രേക്ക് ആവാൻ തുടങ്ങും. സോ ഇ ടു എഫ് റീജിയൻ നമ്മൾ പറയുന്നതാണ് നെക്കിംഗ് റീജിയൻ. എന്താണ് നെക്കിംഗ് റീജിയൻ എന്ന് പറയുന്നത്? അതായത് നമ്മൾ പിന്നെ ലോഡ് കൊടുക്കുമ്പോൾ നമ്മുടെ മൈൽഡ് സ്റ്റീലിൻ്റെ ആ ഒരു എവിടെയാണോ ഈൽഡിങ് സംഭവിക്കുന്നത് അവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ കുറയാൻ തുടങ്ങും. ഇനി അങ്ങനെ കുറഞ്ഞ് ലാസ്റ്റ്
ബ്രേക്ക് ചെയ്ത് പോകും. ദാറ്റ് ഈസ് പോയിന്റ് എഫ് ഈസ് നോൺ ആസ് ബ്രേക്കിംഗ് പോയിന്റ്. സോ ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോർഷൻസ്. സോ ഓരോ പോയിന്റും ഏതാണെന്നും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യങ്ങളും ഇവിടെ അറിഞ്ഞിരിക്കണം. ഇതാണ് 5 മാർക്കായിട്ട് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റേഴ്സിന്റെ ഡെറിവേഷൻ ആണ്. എന്താണ് സ്ട്രെസ് ബ്ലോക്ക് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അതായത് ഒരു ബീമിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് സ്ട്രെയിൻ ഡയഗ്രാം, ഇത് സ്ട്രെസ് ഡയഗ്രാം ആണ്. സോ ഇവിടെ ഒരു സ്ട്രെസ്സിന്റെ ഒരു ബ്ലോക്ക് ഉണ്ട്. അതായത് അതെന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ റീജിയന്റെയും ഒരു പരാബോളിക് റീജിയന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഇവിടെ വരുന്നത്. റെക്ടാങ്കുലർ റീജിയൻ എന്ന് പറയുന്നത് 3/7 XUയും പരാബോളിക് റീജിയൻ എന്ന് പറയുന്നത് 4/7 XUയും ഡിസ്റ്റൻസിലായിരിക്കും ഉള്ളത്. XU എന്ന് പറയുന്ന ന്യൂട്രൽ ആക്സിസ് ഡെപ്തും ഇവിടുത്തെ ഏറ്റവും എക്സ്ട്രീം ഫൈബറിലുള്ള മാക്സിമം കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് 0.446 FCK ആണ്. ഈ കാര്യങ്ങൾ നമുക്കറിയാം. ഇനി ഇവിടെ ഡിറൈവ് ചെയ്തെടുക്കേണ്ടത് എവിടെയാണ് മാക്സിമം കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം മാക്സിമം ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടെയാണോ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ലെവലിലായിരിക്കും. ഈ മാക്സിമം കംപ്രസീവ് ഫോഴ്സ് എവിടെയാണ് ആക്ട് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നമുക്ക് ആൻസർ അറിയാം, 0.42 XU ഡിസ്റ്റൻസ് മാറിയാണ് മാക്സിമം കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി അതെങ്ങനെയാണ് വരുന്നത്, അതാണ് ഇവിടെ ഡെറിവേഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇവിടുത്തെ ആ ഒരു സ്ട്രെസ് ബ്ലോക്കിന്റെ ഏരിയ കണ്ടുപിടിക്കും. ഏരിയ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ റീജിയന്റെ ഏരിയ പ്ലസ് പരാബോളിക് റീജിയന്റെ ഏരിയ. ഇവിടെ ആദ്യം നമ്മൾ റെക്ടാങ്കുലർ റീജിയന്റെ ഏരിയ എടുക്കണം. ദാറ്റ് ഈസ് 0.446 FCK എന്ന് പറയുന്നത് അവിടുത്തെ സ്ട്രെസ്സിന്റെ വാല്യൂ ഇൻറ്റു അവിടുത്തെ ആ ഒരു ഡെപ്ത്. ദെൻ പരാബോളിക് റീജിയന്റെ ഏരിയ എന്ന് പറയുന്നത് 2/3 ഇൻറ്റു BH ആണ്. സോ 2/3 ഇൻറ്റു B ഈസ് 0.446 FCK ഇൻറ്റു D ഈസ് 4/7 XU. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.36 FCK ഇൻറ്റു XU. ഇതായിരിക്കും ഏരിയ ഓഫ് സ്ട്രെസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് അല്ലെങ്കിൽ ആവറേജ് സ്ട്രെസ് ഇൻ കംപ്രഷൻ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയ 0.36 FCK ആയിരിക്കും. ഇനി നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ആ ഒരു റെക്ടാങ്കുലർ റീജിയന്റെയും പരാബോളിക് റീജിയന്റെയും സെൻട്രോയിഡ് എവിടെയാണോ അവിടെയായിരിക്കും ആ മാക്സിമം കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ആണ്. സോ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഓഫ് സ്ട്രെസ് ബ്ലോക്ക് ഫ്രം ടോപ്പ് എഡ്ജ്, നമ്മൾ മുകളിൽ നിന്നാണ് സെൻട്രോയിഡ് എടുക്കുന്നത്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ മൊമെന്റ് കൺസിഡർ ചെയ്യും. സോ മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ഏരിയ നമുക്കറിയാം 0.446 FCK 3/7 ഇൻറ്റു XU റെക്ടാങ്കിളുടെ ഏരിയ. then അവിടുത്തെ സെൻട്രോയിഡ്, റെക്ടാങ്കിളുടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് 3/7 XU ആണ് റെക്ടാങ്കിളുടെ ഡെപ്ത്. സോ ഇൻറ്റു അതിൻ്റെ സെൻറ്റർ ദാറ്റ് ഈസ് 3/7 XU ഇൻറ്റു 1/2 ആണ് വരുന്നത്. നമുക്ക് കിട്ടും 3/14 ഇൻറ്റു XU എന്ന്. പ്ലസ് പരാബോളിക്കിൻ്റെ ഏരിയ ഇൻറ്റു ആ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ നമുക്കറിയാം ടോപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വേണം എടുക്കാൻ. സോ ടോപ്പിൽ നിന്ന് റെക്ടാങ്കിൾ വരെ 3/7 XU പ്ലസ് പരാബോളിക്കിൻ്റെ സെൻട്രോയിഡ് കാണാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് 3/8 ഇൻറ്റു ഡെപ്ത് ആണ്. ഇറ്റ് ഈസ് 3/8 ഇൻറ്റു പരാബോളിക്കിൻ്റെ ഡെപ്ത് ഈസ് 4/7 XU ഡിവൈഡഡ് ബൈ അവിടുത്തെ ഏരിയ. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള 0.42 XU കിട്ടും. സോ ഇതാണ് ഡെറിവേഷൻ ഓഫ് സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് മനസ്സിലായി മാക്സിമം കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ടോപ്പിൽ നിന്ന് 0.42 XU ഡിസ്റ്റൻസ് മാറിയായിരിക്കും. ഇതൊക്കെയാണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക.